ഗുഡ് മോർണിംഗ് യാമ്പു. അപ്പോൾ ഇതേ നമ്മൾ സൗദി അറേബ്യ എത്തി. യാമ്പൂലെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാനാണ് നേരത്തെ എണീറ്റത്. രാത്രി നല്ലോണം ഉറങ്ങുകയൊക്കെ ചെയ്ത്, പക്ഷേ ഞാൻ നേരത്തെ എണീറ്റ്. എന്താണെന്നറിയില്ല, നാടൊക്കെ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. ഞാൻ നേരത്തെ എണീറ്റ്. ഞാൻ നോക്കുമ്പോൾ അച്ഛനും മോളും നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ ഇതേ ഈ റോസ് അപ്പോൾ ചോക്ലേറ്റ് ആട്ടെന്നിട്ട് തന്നിരുന്നിട്ട്. അപ്പം അതിന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ എണീറ്റ് വന്ന് ഫുഡെല്ലാം എന്താ പറയുക കൊണ്ടുവന്ന പൊടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നിട്ട് ആ കബോർഡിൽ വെച്ച് അരി പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടാ. അപ്പം ഞാമിക്ക് അങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് നോക്കിയപ്പോഴാണ് ഗ്യാസിൻ്റെ ഇരുന്നില്ല, തീർന്ന് കിടക്കായിരുന്നിട്ടോ. അപ്പം വേഗം ഗ്യാസിന് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി വേഗം പോയി ഫ്രഷായി വന്ന് നേരെ എടുത്തുള്ള ഒരു മലയാളി ഹോട്ടലുണ്ട് കേട്ടോ, താജ് എന്ന് പറഞ്ഞിട്ട്. അത് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ്. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഹോട്ടലിൻ്റെ അങ്ങോട്ട് എത്തുക. ഈ ഒരു മീൻകോട്ടുള്ള ജംഗ്ഷനാണ് കേട്ടോ നമ്മുടെ മെയിൻ. ഏത് റോഡിൽ കൂടെ വളഞ്ഞ് തിരിഞ്ഞ് വന്നാൽ ഇവിടെ തന്നെ എത്തുമെന്നാണ് അപ്പോട്ടം പറഞ്ഞത്. അപ്പം ഇതേ ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ട് അങ്ങനെ സോഫുള്ള സീറ്റാണ് എടുത്തത്, ചെയറുള്ള എടുത്തില്ല. കാരണം ഞാൻ അങ്ങോട്ട് കൂടെ ഓടിക്കളിക്കുന്ന അറിയാവുന്നതുകൊണ്ട് സോഫുള്ള സീറ്റ് എടുത്ത് ഞാൻ പൊറാട്ടയും അപ്പോട്ടോ ഇഡ്ഡലിയും ഞാമിക്ക് ദോശയാട്ടോ വാങ്ങിച്ചിരുന്നത്. ദോശ കുറച്ച് വരാൻ ലേറ്റ് ആയിരുന്നു, അപ്പോൾ ഇഡ്ഡലി കൊടുത്തിട്ടോ ഞാൻ പിന്നെ ദോശ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തിട്ടോ. റൂമിലെത്തിയാൽ ഞാമിക്കാണെങ്കിൽ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇറങ്ങാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇറങ്ങാൻ നേരം അപ്പോട്ടെ കുഞ്ഞിനെ തോളിൽ മറ്റേ വിക്രമാദിത്യനും വേതാളം വരുന്ന പോലെ ഇങ്ങനെ ഷോൾഡറിന് എത്തിയിട്ടൊക്കെ കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ ഇതേ ഞങ്ങൾ എത്തിയ പാടനെ ഒരു അപ്പാപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, റൂമൊക്കെ ക്ലീൻ ചെയ്ത് തരാൻ. പിന്നെ അവർ അടിച്ചേരി കുറച്ച് തന്നു. ഞാനിതേ വേഗം പോയി വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ ഇതേ കുറച്ച് കാലി പാത്രങ്ങളും കുക്കറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോയിട്ട് ആദ്യം നിന്ന് റൂമിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേരെ ഏട്ടൻ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിരുന്നു കേട്ടോ. പുറത്ത് നല്ല വെയിലായത് കാരണം ഞങ്ങൾ രണ്ടാളും പോയില്ല കേട്ടോ. ഏട്ടൻ പോയി വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ ആണെങ്കിൽ ആ സമയം കൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ തന്നെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി നോക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ബീഫ് വരട്ടിയതായിരുന്നു കേട്ടോ. അതിൻ്റെ മണം കൊണ്ട് ടേസ്റ്റ് നോക്കാതിരിക്കാനും പറ്റുന്നില്ല. വായിലൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കേടായിട്ടൊന്നുമില്ല, ഫ്രഷ് ആയിരുന്നു. അത് കഴിഞ്ഞേരെ ഞാമിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്, അതെടുക്കുന്നുണ്ട് ഇതെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞേരെ മാങ്ങ പുളിശ്ശേരി ഉണ്ടായിരുന്നു, മത്തി ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് പിറ്റേന്ന് തന്നെ കൂട്ടാൻ പറ്റുന്ന രീതിക്ക് ലീനമ്മ കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. പിന്നെ ചക്കപ്പുഴുക്ക് അതൊക്കെ ആണ് കേട്ടോ. പിന്നെ അതേ ഞാമി ആ സൈഡിൽ കൂടെ ആദ്യം പോയി വേസ്റ്റിൻ്റെ ബിന്നെടുക്ക് വന്ന് പിന്നെ അതേ വെള്ളത്തിൻ്റെ മേലെ കളിക്കുന്നത്. അങ്ങനെ ഓരോരോ കളിയിലാട്ടോ അവൾ. ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ചോറ് മാത്രം വെച്ചിരിക്കാനേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിലുള്ളതൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തേക്കുള്ളതൊക്കെ ഉണ്ട്. പുളിയിഞ്ചി, ചക്കപ്പുഴുക്ക്, മത്തി വരട്ടിയത്, ചെമ്മീൻ റോസ്റ്റ് അതൊക്കെ ആട്ടോ കൊടുത്തിട്ടത്. പിന്നെ കുറേ അച്ചാറുകളും അതിൻ്റെ കൂട്ടത്തിൽ ചക്ക എന്നിട്ട് വരട്ടി എടുക്കൂലേ നേരെ പഴുത്ത ചക്ക, അതും പിന്നെ ഉണ്ണിയപ്പോട്ടോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളതെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും അപ്പോട്ടം വന്നിട്ട് കേട്ടോ. പിന്നെ അപ്പയും മോളും കൂടി ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ആ സമയം കൊണ്ട് ഏട്ടൻ വരുമ്പോൾ വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊക്കെ മോക്കും വത്തക്കാൻ്റെ പീസുകളാണ് വേണ്ടതെന്ന് കേട്ടോ. എനിക്കാണെങ്കിൽ വത്തക്ക ഇങ്ങനെ ജസ്റ്റ് വെള്ളം പഞ്ചസാര വെച്ച് ഇങ്ങനെ കലക്കി വെക്കൂലേ, അതാണ് വേണ്ടത്. ഞങ്ങൾ